കരുണ ദൈവകരുണ എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 1184 ഖണ്ഡികയാണെന്ന് പ്രതിപാദിക്കുന്നത്: എൻ്റെ മകളെ, എൻ്റെ ഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ടുള്ള നിന്റെ അനുദിനമുള്ള നിശബ്ദ രക്തസാക്ഷിത്വം അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നു. നിന്റെ സഹനം നിന്റെ ശക്തിക്ക് അതീതമാണെന്ന് നിനക്ക് തോന്നുമ്പോൾ എൻ്റെ മുറിവുകളെ പറ്റി ധ്യാനിക്കുക. നിന്റെ സഹനം നിന്റെ ശക്തിക്ക് അതീതമാണെന്ന് നിനക്ക് തോന്നുമ്പോൾ എൻ്റെ മുറിവുകളെ പറ്റി ധ്യാനിക്കുക. മാനുഷികമായ വിധികൾക്കും നിന്ദനങ്ങൾക്കും ഉപരിയായി നീ ഉയരും. എൻ്റെ പീഡാസഹനത്തെ പറ്റിയുള്ള ധ്യാനം എല്ലാറ്റിലും ഉപരിയായി ഉയരാൻ നിന്നെ സഹായിക്കും. സഹനം നിന്റെ ശക്തിക്ക് അതീതമായിട്ട് നിനക്ക് തോന്നുമ്പോൾ, നിനക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എൻ്റെ മുറിവുകളെ പറ്റി ധ്യാനിക്കുക. കർത്താവിൻ്റെ പീഡാസഹനത്തെ പറ്റി ധ്യാനിക്കുക. അതിലേക്ക് കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പാപികളുടെ മാനസാന്തരത്തിനും മാനുഷികമായ വിധികൾക്കും നിന്ദനകൾക്കും ഉപരിയായി നീ ഉയരും. ഇത് സമർപ്പിക്കുമ്പോൾ എൻ്റെ പീഡാസഹനത്തെ പറ്റിയുള്ള ധ്യാനം എല്ലാറ്റിനും ഉപരിയായി ഉയരാൻ നിന്നെ സഹായിക്കും. എൻ്റെ പീഡാസഹനത്തെ പറ്റി നീ ധ്യാനിക്കുമ്പോൾ നിൻ്റെ വേദനകളും നിൻ്റെ സഹനങ്ങളും നിനക്ക് ഏറ്റെടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ, എൻ്റെ മുറിവുകളെ പറ്റി ധ്യാനിക്കുമ്പോഴും എൻ്റെ പീഡാസഹനത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴും നിനക്ക് ഇതിനുള്ള ശക്തി ലഭിക്കും. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹനം പറ്റാതെ തോന്നുന്ന അവസ്ഥകളിലല്ല നമ്മൾ കർത്താവിൻ്റെ പീഡാസഹനത്തെ പറ്റി ധ്യാനിച്ചുകൊണ്ട് ആ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഇതിനെയൊക്കെ തരണം ചെയ്ത് നമുക്ക് മുന്നേറുവാനുള്ള ശക്തി ലഭിക്കുമെന്ന് കർത്താവ് ഇതിലൂടെ ഫൗസ്റ്റീനയ്ക്ക് കൊടുക്കുകയാണ് ഉപദേശം. പീഡാസഹനത്തെ പറ്റിയുള്ള ധ്യാനം എല്ലാറ്റിനും ഉപരിയായി നിന്നെ ഉയരാൻ നിന്നെ സഹായിക്കും. പീഡാസഹനത്തെ പറ്റിയുള്ള ധ്യാനം, ഇതിനെപ്പറ്റിയുള്ള ധ്യാനം, നമ്മൾ കുരിശിൻ്റെ വഴിയൊക്കെ ചെല്ലുന്ന വ്യക്തികളായിരിക്കും. നമ്മൾ കർത്താവിൻ്റെ പീഡാസഹനം ഓർത്തുകൊണ്ട് അതിൻ്റെ കർത്താവിൻ്റെ വേദനകൾ, ആ സമയത്തുണ്ടായ വേദനകളെല്ലാം ഓർത്തുകൊണ്ട് നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സഹനത്തിൽ നിന്നും ഉയരാൻ നമ്മളെ കർത്താവിൻ്റെ പീഡാസഹനം സഹായിക്കുമെന്നുള്ള മെസ്സേജാണ് ഇതിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇതെല്ലാം ഈ ആത്മാക്കളുടെ, അതായത് നമുക്ക് അതിയായ സഹനം വരുമ്പോൾ ആരും പ്രാർത്ഥിക്കാനില്ലാത്ത വ്യക്തികൾ, അതുപോലെയുള്ള ആത്മാക്കൾ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇതിലെല്ലാം, നമ്മുടെ സഹനത്തിലെല്ലാം കർത്താവ് താങ്ങുന്ന പോലെ, കർത്താവ് നമ്മുടെ സഹനം ഏറ്റെടുക്കുന്ന പോലെ നമുക്ക് ഒരു അനുഭവം ജീവിതത്തിലൂടെ ലഭിക്കും. കർത്താവ് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന പോലെ. കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്: നമ്മളെപ്പോഴും പൊടിയാണെന്ന് ചിന്തിക്കുക, കർത്താവ് നമ്മുടെ സഹനം താങ്ങും, നമ്മൾ നിന്ന് കൊടുത്താൽ മതി. പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട്, കർത്താവിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള ആത്മാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി നിന്റെ സഹനം നീ കാഴ്ചവെക്കുക. നിന്റെ ശക്തിക്ക് അതീതമാണെന്ന് തോന്നുമ്പോൾ ഈ നമുക്ക് മാനുഷികമായ ഈ സമയങ്ങളിലെല്ലാം മാനുഷികമായ സഹനങ്ങൾക്കും നിന്ദനകൾക്കും കടന്നു പോകുമ്പോൾ നമ്മൾ ഇതിൽ നിന്നെല്ലാം ഉയരാനായിട്ട് നമുക്ക് സാധിക്കും എന്ന മെസ്സേജാണ് ഇതിലൂടെ ലഭിക്കുന്നത്. കർത്താവെ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശരണപ്പെടുന്നു.